എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 19ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതായിട്ടുള്ള ഗുണം ഇത് വെയിറ്റ് ലോസിനും അതിന് അനുബന്ധമായിട്ടുള്ള ഫാറ്റ് ബേണിങ്ങിനും സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ആദ്യത്തെ 4 മണിക്കൂർ ശരീരം എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. അതിനുശേഷം ബോഡിയിൽ ഇൻസുലിന്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞു വരികയും ഈ സമയത്ത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എനർജിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയുള്ള സമയത്ത് ശരീരം ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെയാണ്. ഇനി 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള സമയത്ത് ശരീരം ഉപയോഗിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുപ്പിനെയാണ്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഫാറ്റ് ബേണിംഗ് നടക്കും. ഫാറ്റ് പ്രധാനമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വയറിന് ചുറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. രണ്ടാമതായിട്ട് ഇത് സെല്ലുകൾ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഓട്ടോഫാജി അഥവാ സെൽഫ് ഈറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് സ്വയം നശിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓട്ടോഫാജി എന്ന് വിളിക്കുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെയുള്ള സമയത്ത് ഈ സെല്ലിന്റെ ഓട്ടോഫാജി എന്നിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങള്, ഡാമേജ്ഡ് ആയിട്ടുള്ള കോശങ്ങള്, ശരീരത്തിലെ വേസ്റ്റ് പ്രൊഡക്റ്റുകള്, ക്യാൻസർ കോശങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കപ്പെടുന്നു. മൂന്നാമതായിട്ട് ഇത് ശരീരത്തിന് പ്രായമാകുന്നത് തടയാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള കോശങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് പ്രായമാവുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഇത്തരത്തിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലുകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ ഏജിങ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. നാലാമതായിട്ട് ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകള്, തടിപ്പുകള്, നീർക്കെട്ട്, സന്ധിവേദനകൾ ഇതൊക്കെ കുറയ്ക്കാൻ വളരെ എഫക്റ്റീവാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അഞ്ചാമതായിട്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് സംഭവിക്കുന്ന പല ഡാമേജുകൾ പരിഹരിക്കാനും ഈ സമയത്ത് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന ഗ്യാസ് ട്രബിള്, വയറ് സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, വയറ് വീർപ്പ് ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് സാധിക്കും. ആറാമതായിട്ട് ഇത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും എന്നുള്ളതാണ്. അതിനു മുമ്പേ എന്താണ് ഇൻസുലിൻ എന്ന് പറയാം. ഇൻസുലിൻ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയെ കോശങ്ങളിലേക്ക് കൊണ്ടുപോയി എനർജിക്കായിട്ട് ഉപയോഗിക്കുകയും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഇൻസുലിനെ ആദ്യം തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ സാധാരണ പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഇങ്ങനെ സെല്ലുകൾക്ക് ഇൻസുലിനെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതുവഴി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അമിതമായിട്ട് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളിൽ അവരുടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഏഴാമതായിട്ട് ഇത് LDL, ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനും HDL അഥവാ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുവഴി കൂടിയിരിക്കുന്ന BP ഒക്കെ നോർമലാക്കി കൊണ്ടുവരാനും ഇത് വളരെ എഫക്റ്റീവാണ്. ഇനി എട്ടാമതായിട്ട് ഇത് PCOD അഥവാ PCOS ഒക്കെ ഉള്ള ആൾക്കാരുടെ സിംറ്റംസ് വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. PCOD-കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ് ഹോർമോണൽ ഇംബാലൻസും ഇൻസുലിൻ റെസിസ്റ്റൻസും. ഇവരുടെ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടിയിരിക്കുന്ന ഇൻസുലിൻ അണ്ടാശയത്തിൽ കൂടുതൽ പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. ഈ പുരുഷ ഹോർമോണുകളാണ് PCOD-കാരിലുള്ള ക്രമം തെറ്റിയുള്ള ആർത്തവം, മുഖക്കുരു, മുഖത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച, ശരീരഭാരം കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് കൊണ്ട് തന്നെ PCOD-കാരിലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം എഫക്റ്റീവാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇനി 9ാമത്തെ പോയിന്റ് ഇത് ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആൽക്കഹോളിസം എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പ്രധാനമായിട്ട് വരുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് കൂടിയ കാലറീസ്, മൂന്നാമതായിട്ട് മെറ്റബോളിസം കുറയുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് ഫാറ്റി ലിവർ വരുന്നത്. ഈ 3 കാരണങ്ങൾ പരിഹരിക്കാനും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന് സാധിക്കും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സാധിക്കും, കാലറീസ് ബേൺ ചെയ്യാൻ സാധിക്കും, മൂന്നാമതായിട്ട് മെറ്റബോളിസം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെഡിക്കൽ സ്ട്രാറ്റജിയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഉന്മേഷം കിട്ടാനും ഒക്കെ തന്നെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം
30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് യാത്രയിലായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് കഴിച്ചത് ഒരു നെയ് റോസ്റ്റ് ആണ്. 11 മണിക്ക് കുറച്ച് ചിപ്സും ശർക്കര വരട്ടിയും കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചത് ചെറുപയർ പുഴുങ്ങിയതും 2 റോബസ്റ്റ പഴവുമാണ്. 4 മണിക്ക് ഒരു കരിക്കിന്റെ വെള്ളവും കാമ്പും കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. 5 മണിക്ക് വീണ്ടും 2 റോബസ്റ്റ പഴം കഴിച്ച് നിർത്തി. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.